നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലക്കാട് കൊല്ലങ്കോട് മയക്കു വെടിവെച്ച് വീഴ്ത്തിയ പുലി ചത്തു. മരണകാരണമായത് ആന്തരിക അവയവത്തിനേറ്റ മുറിവ്. ജനങ്ങളെ ഭീതിയിലാക്കി മൂന്നാറിലും പുലി. പെരിയവറയിൽ 2 പശുക്കളെ കൊന്നു. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ രോഷമടങ്ങാതെ കർഷകർ. മലിനീകരണ നിയന്ത്രണ ഓഫീസിലേക്ക് ചത്ത മീനെറിഞ്ഞ് പ്രതിഷേധം. കളക്ടറോട് റിപ്പോർട്ട് തേടി വ്യവസായ മന്ത്രി. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് പി രാജി. തീവ്ര മഴ 2 ദിവസം കൂടി തുടരും. 2 ജില്ലകളിൽ റെഡ് അലർട്ട്, 8 ഓറഞ്ച് അലർട്ട്. കനത്ത മഴയിൽ കാസർഗോഡ് വീരമലക്കുന്നിടിഞ്ഞു. ദുരിതക്കുഴിയിൽ നിന്ന് രക്ഷയില്ലാതെ തലസ്ഥാൻ. പത്തനംതിട്ടയിൽ പാർട്ടി പത്രം വാങ്ങാത്തതിന് കുടുംബശ്രീക്കാരെ വാടക കെട്ടിടത്തിൽ നിന്ന് ഇറക്കിവിട്ടെന്ന് പരാതി. മലയാളപ്പുഴയിലെ DTPC കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചത് ഹോട്ടൽ നടത്തിയ കുടുംബശ്രീ വനിതകളെ. ടെൻഡർ വിളിച്ച് പുതിയ ആളുകൾക്ക് നൽകിയതാണെന്ന് DTPC. പാലക്കാട് കൊല്ലങ്കോട് കമ്പിവേലിയിൽ കുടുങ്ങിയ പുലി ചത്തു. പുലിയുടെ ആന്തരിക അവയവത്തിനേറ്റ മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. പുലിയുടെ പോസ്റ്റ്മോർട്ടം നാളെ നടക്കും. 4 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലിയെ മയക്കുവെടിവെച്ച് കൂട്ടിലാക്കിയിരുന്നു. വിവരങ്ങളുമായി വിനേഷ് ചേരുന്നു. വിനേഷ്, പുലിയുടെ മരണകാരണം എന്ത് എന്നതിൽ ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനങ്ങളാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറം ഈ മയക്കുവെടി ഏറ്റത് മരണകാരണമായിട്ടുണ്ടാകുമോ? എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, അതായത് ഇന്നലെ വൈകിട്ടോ രാത്രിയിലോ എപ്പോഴെങ്കിലും ആയിരിക്കണം ഒരു പക്ഷേ പുലി ഇവിടെ കൊല്ലങ്കോടുള്ള ഒരു സ്വകാര്യ തോട്ടത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങിയത്. ഇന്ന് രാവിലെയാണ് വീട്ടുടമസ്ഥർ കാണുന്നത്. പ്രദേശവാസിയായ ഉണ്ണികൃഷ്ണന്റെ തോട്ടത്തിലായിരുന്നു. പക്ഷേ ഈ കമ്പിവേലി ഇതിന്റെ അടിവയറിലും അതുപോലെ തന്നെ ഇടുപ്പിന്റെ ഒരു ഭാഗത്തും തുളഞ്ഞു കയറിയതായിട്ടാണ് വനംവകുപ്പ് പറയുന്നത്. തുടർന്ന് വെറ്റിനറി സർജൻ എത്തി ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇതിനെ മയക്കുവെടി വെക്കുന്നത്. മയക്കുവെടി വെച്ചതിന് ശേഷം 5 മണിക്കൂർ നിരീക്ഷണത്തിൽ വിടുകയെന്നാൽ നിരീക്ഷണ ആ സമയത്തിനുള്ളിലാണിത് ചത്തത്. എന്തായാലും സാധാരണ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ സാധാരണ നിലയിൽ ഇവർ വനംവകുപ്പ് ഇത്തരത്തിൽ മയക്കുവെടി വെക്കാറില്ല. ഇതിന് മറ്റൊരു പ്രശ്നങ്ങൾ എന്തെങ്കിലും ഈ പുലിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഇനിയിപ്പോ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പ്രാഥമിക നിഗമനം അനുസരിച്ച് 2 സ്ഥലത്ത് മാത്രമാണ് മുറിവേറ്റിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതൊരു പക്ഷേ ആന്തരിക അവയവങ്ങളെ ബാധിച്ചിട്ടുണ്ടാവാം എന്ന് പറയുന്നുണ്ട്. കാരണം അടിവയറിലൂടെ കമ്പി തുളഞ്ഞ് ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റത് കൊണ്ടാവാം പുലി ചത്തത് എന്നുള്ള രീതിയിൽ തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. പക്ഷെ എന്തായാലും ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം നാളെ നടക്കുകയുള്ളൂ. നാളെ ഇന്ന് മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അവിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും എന്താണ് മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. എന്തായാലും 4 വയസ്സ് പ്രായം കണക്കാക്കുന്ന ഒരു പെൺപുലി ആണ് ഇന്ന് രാവിലെ കണ്ടത്. ഈ കമ്പിവേലി, അതായത് വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പറമ്പിലാണ് കണ്ടത്. ഈ പറമ്പിൽ നിന്നാണ് ഇപ്പോൾ അല്പസമയം മുമ്പാണ് മയക്കുവെടി വെക്കുകയും പിന്നീട് പുലി ചാവുകയും ചെയ്തിട്ടുള്ളത്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. മൂന്നാർ പെരിയവറൈ ലോവർ ഡിവിഷനിൽ പുലിയുടെ ആക്രമണത്തിൽ 2 പശുക്കൾ ചത്തു. 3 പുലികളുടെ സാന്നിധ്യം പ്രദേശത്തുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പുലികളെ കൂടുവെച്ച് പിടികൂടി മാറ്റണമെന്ന ആവശ്യം ശക്തമാണ്. இந்த மாடு நாங்கள் வளர்த்து இதை வச்சு தான் நாங்கள் பிள்ளைகளோட எல்லாம் காப்பாற்றுறோம், வர்றோம், போகிறோம், எல்லாம் செய்கிறோம். இப்படி புலி வந்து 3 புலி 4 புலி வந்து அடிச்சிச்சுன்னா நாங்கள் எப்படி மாடு வச்சு ஜீவிக்க முடியும்? அதனால் எங்களுக்கு இது சரியான நடவடிக்கை எடுத்து எங்களுக்கு அதுக்குள்ள இது கொடுக்கணும். நீங்கள் மேய விட்ட மாடை புலி அடித்து 2-3 புலி சேர்ந்தாக்கும் அந்த மாடுகள் 2 இழுத்து மேய வந்த மாடை இழுத்து கடித்து கொண்டிருக்கு. அவங்க வீட்டில் இன்றைக்கி அதை வச்சு தான் உபஜீவனமாக இருக்கும். அது கூட இல்லாத சூழ்நிலை இருக்குது. அதனால் உத்தரவாதப்பட்ட ஃபாரஸ்ட் உத்தியோகர்கள் உடனடியாக இந்த 2 மாடு இருக்கும் அவங்களுக்கு வேண்டிய உதவித்தொகையை உடனடியாக கொடுக்கணும். மட்டும் இல்லை, இது மாடோட போகிற விஷயம் இல்லை. இது பக்கத்தில் லைன்ஸு இங்கே இருக்கக்கூடிய எஸ்டேட் பகுதியில் வேலை செய்யக்கூடிய தொழிலாளர்கள் 100 கணக்கான தொழிலாளர்கள் வேலை செய்யக்கூடிய ஆளுகள் இங்கே வந்த புலி
லைன்ஸுக்கு வர்றதுக்கு ரொம்ப தூரம் ஆகாது. அதனால உடனடியாக பந்தப்பட்ட ஃபாரஸ்ட் உத்தியோகஸ்தரும் கவர்மெண்ட்டும் இதுக்கு தக்க நடவடிக்கை எடுக்கலன்னு சொன்னால் இங்கே இருக்கக்கூடிய அத்தனை பொதுமக்களையும் கூட்டி ஃபாரஸ்ட் ஆஃபீஸை முற்றிய நடத்தக்கூடிய போராட்டம் നടത്തുമെന്ന് இந்த இடத்துல குறிக்கிறது. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മുക്കുവള്ളിയിൽ കാട്ടാന ശല്യം രൂക്ഷം. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന 1.5 ഏക്കറോളം സ്ഥലത്തെ കൃഷി നശിപ്പിച്ചു. മക്കുവള്ളി തണ്ടേൽ ഷിൻഡോട്ടി കുര്യന്റെ പുരയിടത്തിലെ 150ഓളം വാഴകളും 200-ലധികം മരച്ചീനികളുമാണ് കാട്ടാന 2 ദിവസമായി നശിപ്പിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മക്കോളി എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു കർഷകനാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കാട്ടാന ഇറങ്ങി എൻ്റെ കൃഷി മൊത്തം നശിപ്പിച്ചു. 10-200ഓളം വാഴയും 10-200 കപ്പയും 10-16 കപ്പയും അങ്ങനെ നശിപ്പിച്ചു. ഇതിന് ഒരു കടം വായ്പയൊക്കെ മേടിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൃഷിനാശത്തിനുള്ള എന്തെങ്കിലും എനിക്ക് പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ കർഷകരുടെ വൻ പ്രതിഷേധം. ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച കർഷകർ ചത്ത മീനുകൾ ഓഫീസ് പരിസരത്തേക്ക് വലിച്ചെറിഞ്ഞു. കോൺഗ്രസ് AIYF പ്രവർത്തകർ കർഷകർക്ക് പിന്തുണയുമായി സമരരംഗത്തുണ്ടായിരുന്നു. നഷ്ടപരിഹാരം നൽകും എന്നതടക്കമുള്ള മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉറപ്പിൽ സമരം അവസാനിപ്പിച്ചു. പെരിയാറിലെ മത്സ്യക്കുരുതിയുടെ പേരിൽ ഇന്ന് രാവിലെ മുതൽ നടന്ന സമരം ഇപ്പോൾ ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു. ഇവിടെ എലൂരിലെ ഓഫീസിലെ PCBയുടെ ഓഫീസിന് മുന്നിൽ രാവിലെ മുതൽ തന്നെ സമരത്തിന്റെ ഒരു കുത്തൊഴുക്കായിരുന്നു. കാരണം ഇവിടേക്ക് ആദ്യം കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി എത്തി. DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു. പിന്നീട് ചീഫ് എഞ്ചിനീയർ ഇവിടേക്ക് എത്തി. അതിനുശേഷം AIYF പ്രവർത്തകരുടെ സമരമായിരുന്നു. പിന്നീട് മത്സ്യ കർഷകർ അവരുടെ മീനുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫാമുകളിൽ ചത്തൊടുങ്ങിയ മത്സ്യങ്ങളുമായിട്ട് ഇവിടേക്ക് വന്നു. അതിനുശേഷം സമരത്തിന്റെ ഒരു രൂപം തന്നെ മാറുകയായിരുന്നു. ഇതിനകത്തേക്ക് പ്രതിഷേധവുമായി എത്തിയവർ ഇതിനകത്തേക്ക് ചീഞ്ഞ മീനുകളടക്കം അകത്തേക്ക് വലിച്ചെറിയുന്നൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ സമരം മണിക്കൂറുകൾ നീണ്ടുനിന്നു. ഇതിൽ ആദ്യഘട്ടത്തിൽ ചർച്ചകൾ PCB കാര്യമായ രീതിയിലൊരു പ്രതികരണങ്ങൾ ഉണ്ടായില്ല. പക്ഷേ തീരുമാനമില്ലാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ് പിന്നീട് ഇത് സംബന്ധിച്ചൊരു ചർച്ചകളിലേക്ക് ചീഫ് എഞ്ചിനീയർ അടക്കം കടന്നു വന്നത്. ഇതനുസരിച്ച് ഇപ്പോൾ ഒരു ധാരണയനുസരിച്ച് മത്സ്യകർഷകർക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനടക്കമുള്ള കാര്യങ്ങൾക്ക് PCB മുൻകൈയെടുക്കും. ഒപ്പം തന്നെ പെരിയാറിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ കൂട്ടക്കുരുതി ഇതിന് ആരാണ് ഉത്തരവാദി, ഏത് കമ്പനികളാണ് ഇതിൽ രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിയത് എന്നത് സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള അന്വേഷണം നടത്തും, നടപടികളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ പെരിയാറിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ മത്സ്യങ്ങൾ ഇത് ചീഞ്ഞു തുടങ്ങിയിരിക്കുന്നത് പരിസ്ഥിതിക്കൊപ്പം തന്നെ ചുറ്റുപാടും വലിയ രീതിയിലുള്ള ഒരു പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. അത് നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തരമായ നടപടികൾ എടുക്കുമെന്ന ഉറപ്പ് ഇവിടെ TJ വിനോദ് MLA ഒപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർക്ക് രേഖാമൂലം തന്നെ PCB നൽകി. അങ്ങനെ അത്തരം ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിക്കുന്നത്. എങ്കിലും പെരിയാറിൽ സംഭവിച്ചിരിക്കുന്ന ഇപ്പോൾ നടന്നിട്ടുള്ള ഈ മത്സ്യക്കുരുതിയുടെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആർക്കാണ്, ഏത് കമ്പനികൾക്കാണ് എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക് നിലവിൽ PCB കടന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് സർക്കാർ നിയോഗിച്ച ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം ഈ കമ്മിറ്റികളിലുണ്ട്. അതിനുശേഷം ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് ഉള്ള നടപടികളുണ്ടാകുമെന്ന് മന്ത്രി P. രാജീവും ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് പെരിയാറിൽ നടന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ക്യാമറമാൻ മനോജിനൊപ്പം ടാനിപ്പോൾ ന്യൂസ് 18. പത്തനംതിട്ട വെണ്ണിക്കുളം മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബീഹാർ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് കോമളം കടവ് പാലത്തിന് സമീപം ബീഹാർ സ്വദേശി നരേഷ് ഒഴുക്കിൽപ്പെട്ടത്. ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ശശി, എവിടെ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്? വിവരങ്ങൾ എന്താണ്? തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ബീഹാർ സ്വദേശി നരേഷിനെ കാണാതായത്. നരേഷും 3 സുഹൃത്തുക്കളും വെണ്ണിക്കുളത്ത് കുളിക്കാൻ ഇറങ്ങിയ സമയത്താണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു. കാരണം ഫയർഫോഴ്സ്. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കഴിഞ്ഞ ദിവസം കാണാതായ വ്യക്തിയുടെ ബീഹാർ സ്വദേശിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കോമളം കടവ് പാലത്തിന് സമീപമാണ് ഈ ബീഹാർ സ്വദേശി കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടത്.
സംസ്ഥാനത്ത് ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ടാണ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. മെയ് 24 തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരത്ത് രാത്രി ശക്തമായ മഴ പെയ്തു. കാസർഗോഡ് ജില്ലയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ദേശീയപാതയിലെ ചെറുവത്തൂർ വീരമലക്കുന്ന് ഇടിഞ്ഞ് ദേശീയപാതയിൽ ചെളി നിറഞ്ഞു. പൈവളികയിൽ ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ പട്ടാമ്പിയിലെ തടയണ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. 90% പ്രവൃത്തികളും പൂർത്തിയായിട്ടുണ്ട്. ഒരു ഭാഗത്ത് ബീം നിർമ്മിക്കലും ഷട്ടർ സ്ഥാപിക്കലും മാത്രമാണ് നടത്താനുള്ളത്. മഴയ്ക്ക് ശമനമുണ്ടായി ജലനിരപ്പ് താഴ്ന്നാൽ മാത്രമേ പ്രവൃത്തികൾ തുടങ്ങാനാകൂ. പാലക്കാട് കൂറ്റനാട് ബസ് സ്റ്റാൻഡ് മാലിന്യ കൂമ്പാരത്താൽ നാറുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ബസ് സ്റ്റാൻഡിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. തൃത്താല മണ്ഡലത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച 600-ലധികം ചാക്ക് മാലിന്യമാണ് ഇവിടെ തള്ളിയിരിക്കുന്നത്. മഴയിൽ മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ അനാസ്ഥ. എറണാകുളം വാഴക്കുളത്ത് ബസ് സ്റ്റാൻഡിന് സമീപം ഇതര സംസ്ഥാന തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് സ്വദേശി 24 വയസ്സുള്ള റൌഷൻ അലിയാണ് മരിച്ചത്. രാവിലെയാണ് സംഭവം. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തൃശൂർ പുതുക്കാട് വാഹനമിടിച്ച് റെയിൽവേ ഗേറ്റ് തകരാറിലായി. ഗേറ്റ് തകരാറിലായതോടെ പുതുക്കാട് ഊരകം ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. ഗേറ്റ് അടയ്ക്കുന്നതിനിടെ മറികടക്കാൻ ശ്രമിച്ച പിക്കപ്പിന്റെ പിറകുവശം ഗേറ്റിൽ കൊളുത്തി വലിക്കുകയായിരുന്നു. ഗേറ്റിന്റെ ക്രോസ് ബാരിയറാണ് തകരാറിലായത്. RPF ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വാഹനത്തിന്റെ ഉടമയ്ക്കെതിരെ കേസെടുത്തു. തകരാർ ഉടൻ പരിഹരിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ പ്രതികൂല കാലാവസ്ഥയും പാലക്കാട്ടെ നെൽകർഷകർക്ക് തിരിച്ചടിയാകുന്നു. തുടർച്ചയായ മഴ ഞാറ്റടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. വിത്ത് സംഭരണത്തിൽ സർക്കാർ അനാസ്ഥയും കർഷകരെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഒന്നാം വിളയിലും രണ്ടാം വിളയിലുമായി കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച വകയിൽ കുടിശ്ശിക നൽകാനുണ്ട്. സർക്കാർ സംഭരിച്ച നെല്ലിന്റെ വില നൽകുന്നതിൽ ബാങ്കുകൾ അനാസ്ഥ തുടരുകയാണ്. ഈ വർഷത്തെ ഒന്നാം വിള കൃഷിയിറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടും സർക്കാർ വിത്ത് സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുമില്ല. മെയ് ആദ്യവാരത്തിന് ശേഷമെങ്കിലും വേനൽ മഴ ലഭിക്കേണ്ടതായിരുന്നു, ഉണ്ടായില്ല. മഴ തുടരുന്നതോടെ ഞാറ്റടി പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ വളരെ പരിമിതമായിട്ടാണ് കിട്ടുന്നത്. ഉദാഹരണത്തിന് ഈ പ്രാവശ്യം വിത്ത് പോലും കിട്ടാത്ത ഒരു സ്ഥിതി ഉണ്ടായി. വിത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കൃഷിഭവനിലൂടെ കർഷകർക്ക് വിത്ത് ലഭ്യമാക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ പ്രാവശ്യം അതും ഇല്ലാത്തൊരവസ്ഥ. കാലാവസ്ഥയാണെങ്കിൽ വളരെയേറെ പ്രതികൂലം. വേനൽമഴ ഇല്ലാത്തത് കാരണം പൊടിവത വിതയ്ക്കാനോ മറ്റൊന്നും മുന്നൊരുക്കം നടത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മഴ തുടങ്ങിയപ്പോൾ ഉടനെ തന്നെ വെള്ളമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇനി ഞാറുപാകണമെങ്കിൽ അതിനും പ്രയാസം. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ നെല്ല് ഉൽപ്പാദിപ്പിച്ച് സർക്കാരിന് കൊടുത്താൽ സർക്കാരാണെങ്കിൽ പണം തരുന്നില്ല. കഴിഞ്ഞ ഒന്നാം വിളന്റെ പോലും പലർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ രണ്ടാം വിള എടുത്തതിൽ പലർക്കും PRS കൈവച്ച് ലോണിന് വേണ്ടി ബാങ്കുകാർ കയറിയിറങ്ങുകയാണ്. അത് കർഷകരുടേതായിട്ടുള്ള ഭവനങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ്, മറ്റ് നിത്യനിദാന ചെലവുകൾക്കൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇനി അടുത്ത സീസണിൽ എന്താവും എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ കഴിയില്ല. 4 മാസമായി കൊയ്തിട്ട് 1 മാസം വീട്ടിൽ നെല്ല് കെട്ടണം. നെല്ലെടുത്തിട്ട് പോയി 3 മാസമായി. PRS കേട്ടിട്ട് 12 3 പ്രാവശ്യം ബാങ്കിൽ പോയി. 3 പ്രാവശ്യം പേരെ വന്നിട്ടില്ല. അവരോട് പറയുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത്? ഞങ്ങളോട് പറഞ്ഞ് യാതൊരു കാര്യമില്ല. അവർ സപ്ലൈ കോളേജിൽ വീട് അയച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് വേണമെങ്കിൽ PRS 3 ഒക്കെ ഫോട്ടോസ് എടുത്തിട്ട് ലോൺ അയച്ചാൽ തരുള്ളൂ. എല്ലാവരും തരില്ല. ബാങ്കുകൾ മാറി മാറി പോയി എപ്പോഴേക്ക് അവിടെ ഏതും കിട്ടാൻ പറ്റില്ല. എനിക്ക് ഇടാനും പറ്റിയില്ല. നെല്ല് വിത്ത് വാങ്ങണ അന്ന് വിത്ത് കിട്ടിയില്ല. ഇപ്പോൾ വിത്ത് വാങ്ങണ 45 രൂപ ഉള്ളൂ 1 കിലോ വിത്തിന്. അത് എവിടെയും പോയി വാങ്ങിയിട്ട് വരാം. 2 പൂവലായിട്ടാണ് പാലക്കാട്ടെ നെൽകൃഷി രീതി. ആദ്യത്തെ പൂവൽ തന്നെ കൃഷിയിറക്കാനാവാത്ത സ്ഥിതിയാണിപ്പോൾ. ന്യൂസ് 18 പാലക്കാട്. കാസർകോട്ടെ നേന്ത്രവാഴ കർഷകർ പ്രതിസന്ധിയിൽ. വിപണി കണ്ടെത്താൻ കഴിയാത്തതാണ് കർഷകർക്ക് തിരിച്ചടിയാകുന്നത്. കർഷകനായ അശോകന്റെ 200ഓളം വാഴക്കുലകളാണ് ഇത്തരത്തിൽ വിപണിയിലെത്തിക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത്.
1.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കാസർഗോഡ് പാക്കം ആലക്കോട്ടെ കർഷകനായ അശോകൻ നേന്ത്രവാഴ കൃഷി ഇറക്കിയത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ 400ഓളം വാഴകൾ നട്ടു. പൂർണ്ണമായും ജൈവരീതിയിലായിരുന്നു കൃഷി. കൊടും വേനലിലും രാവിലെയും വൈകിട്ടും തോട്ടം നനച്ചാണ് അശോകൻ കൃഷി ചെയ്തത്. എന്നാൽ വിളവെടുപ്പിന് പാകമായപ്പോൾ വിപണി കണ്ടെത്താൻ കഴിയാത്തത് കർഷകനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. 20 കിലോ തൂക്കം വരുന്ന 200ഓളം വാഴക്കുലകളാണ് വിപണിയിലെത്തിക്കാൻ കഴിയാതെ കെട്ടിക്കിടക്കുന്നത്. ആകെ ഞാൻ ഇന്ന് കൊത്തിയത് 12 കൊല കൊത്തിയിട്ട് നാട്ടിൻഭാഗത്ത് പീടികയിൽ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഇപ്പോൾ കായ് ഏടിയും വേണ്ട. എവിടെ വിളിച്ചു ചോദിച്ചാലും കായ് സ്റ്റോക്കുണ്ട്, ഇപ്പോൾ പോകുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ കൊണ്ടുവരേണ്ടതാണ് പറയുന്നത്. 150 കൊല കൊത്താനുണ്ട്. ഇത് പഴുത്തിട്ട് പക്ഷി തിന്നിട്ട് പോകുന്നതല്ലാതെ നമുക്ക് കാരണം കിടന്നാൽ ഉറക്കം വരാത്തൊരു സ്ഥിതിയാണ്. ഒരുപാട് കടമായി ഇതിൻ്റെ പേരിൽ. എന്ത് ചെയ്യേണ്ടതെന്നൊരു വഴിയില്ല. കാരണം കൃഷി വകുപ്പൊന്നും ഒരു ആനുകൂല്യം നമുക്ക് ഇതുവരെ കിട്ടിയില്ല. സെപ്റ്റംബർ 20 വാഴ വെച്ച് ഒക്ടോബറിലാണ് നമ്മൾ ഇത് അപേക്ഷ കൊടുക്കുന്നത്. ഫോട്ടോ അടക്കം എടുത്തിട്ട് കൊടുത്തതാണ്. അവരൊന്നും വന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒരു രൂപ ആനുകൂല്യം തരാൻ ഒന്നും നമുക്ക് കിട്ടിയില്ല. അതേപോലെ തന്നെ 10-20 കഴിഞ്ഞ പ്രാവശ്യം ഇടിയിൽ കത്തിപ്പോയി 3 തെങ്ങും. അതിനും അവർ വന്ന് നോക്കിയ ഒരു രൂപ തരിക ചെയ്തിട്ടില്ല. വന്യമൃഗശല്യവും പ്രദേശത്ത് രൂക്ഷമാണ്. ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് കൃഷി ഇറക്കിയതും. കൃഷിഭവനിൽ നിന്നും യാതൊരു ആനുകൂല്യങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല. വിപണി കണ്ടെത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 കാസർഗോഡ്. കാർഷിക മേഖലയിൽ വ്യത്യസ്ത പരീക്ഷണങ്ങളുമായി ഇടുക്കിയിലെ ഒരു പൊതുപ്രവർത്തകൻ. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും രാജമുടി സ്വദേശിയുമായ വടക്കേൽ നോബൽ ജോസഫാണ് കുരുമുളക് കൃഷിയിൽ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നത്. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം നോബൽ ജോസഫാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം വ്യത്യസ്തനായ ഒരു കർഷകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലെ ചില സവിശേഷതകളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. നമസ്കാരം. ഈ വേമ്പ് കൃഷി, പ്രത്യേകിച്ചും കൊടിക്ക് താങ്ങുകാലായിട്ട് വേമ്പ് കൃഷി ചെയ്തിരിക്കുന്നു, വ്യാപകമായി ചെയ്തിരിക്കുന്നു. അത് ഹൈറേഞ്ചിൽ വളരെ അപൂർവമാണ്. താങ്കളുടെ കൃഷിയിടത്തിലാണ് അത് അധികം കാണാനായത്. എന്താണ് അതിലേക്ക് തിരിയാനുള്ള ഒരു സാഹചര്യം? അതെ, വേമ്പും പയ്യാനിയും രണ്ടും ഉണ്ട്. വേമ്പ് ഞാൻ ഈ പതിക്കാട്ട് തങ്കച്ചനൊക്കെ കൃഷി ചെയ്തിരിക്കുന്ന കൃഷിക്കാരിൽ നിന്നാണല്ലോ അറിവ് കിട്ടുന്നത്, അല്ലാതെ കൃഷി ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും നമുക്കൊരു അറിവും പറഞ്ഞില്ല. കൃഷിക്കാര് ഇത് ചെയ്തിട്ട് അവർ ഇങ്ങനെ നിങ്ങൾ അത് ചാനലുകാർ പബ്ലിക്കിലേക്ക് കൊടുക്കുമ്പോൾ അത് വലിയൊരു അറിവായിട്ട് വരുന്നു. പതിക്കാട്ട് തങ്കച്ചനൊക്കെ ഈ വേമ്പേ ചെയ്തതനുസരിച്ചാണ് ഞാൻ വേമ്പ് കുറെ കൃഷി ചെയ്തത്. അന്നേരമാണ് എനിക്ക് ഇവിടെ തെക്കേക്കുറ്റ് സജ്ജി, അതിലും കുറച്ചുകൂടെ മെച്ചമാണ് ഈ പയ്യാനി എന്ന് പറയുകയും ഒരു 1250 എണ്ണം ഞാനിപ്പോൾ കൃഷി ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം പോലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വർഷം കൊണ്ട് ഇവന് 8 അടി to 12 അടി ഇപ്പം വളരുന്നുണ്ട്. ഒരു വളവും ഇതിന് കൊടുക്കേണ്ടതാണ്. അതല്ല, മരം വളരെ സ്ട്രോങ് ആണ്. ഇപ്പം തന്നെ ഒരു വർഷം ആകുന്നുള്ളൂ. അത് ചാരി നിന്നാൽ പോലും ഇത് മറിയോ പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അത് അത്രയും സ്ട്രോങ് ആണ് ഇത്. പിന്നെ ഇത് നല്ല മുരുമുരുപ്പുണ്ട്. ഇതിൽ അട്ടക്കാല് ഒന്ന് പിടിച്ച് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവൻ തന്നെ പിന്നെ കെട്ടേണ്ട ആവശ്യമില്ല ചെയ്തു. പിന്നെ വർഷമാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൈ മുഴുവൻ കോന്തി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂര്യപ്രകാശം ഇതിനകത്ത് കിട്ടും. ആ സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് കൊടി നന്നായിട്ട് വളരുവാനും ഉള്ള സാഹചര്യമുണ്ട്. വേനക്ക് ഇതൊരു ഷെയ്ഡായിട്ട് നിന്ന് ഇതിനെ ചൂടിനെ തടുക്കാനും ഈ വേമ്പിനും അതുപോലെ തന്നെ പയ്യാനിക്കും, പ്രത്യേകിച്ച് പയ്യാനിക്ക് സാധിക്കുന്നതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് പാർന്നു കൊടുത്തു കഴിഞ്ഞാൽ കുരുമുളക് കുറച്ചുകൂടെ ലാഭകരമാക്കാൻ പറ്റും. പക്ഷെ മുരിക്കിൻ്റെ കേട്, അസഹ്യമായ കേട്, ഇതിന് 15-ാം പൊക്കമെങ്കിലും എക്കാലസും അങ്ങനെ കീടനാശിനി അടിച്ചില്ലെങ്കിൽ ഇതിന് മുരിക്കിൻകാല് നമുക്ക് കിട്ടത്തില്ല. അപ്പം അതിലൊക്കെ വളരെ ചിലവ് കുറവാണിത്. അത് വെട്ടണമെങ്കിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. മുള്ളുമുരിക്ക് വെട്ടിയൊക്കെ എടുക്കണമെങ്കിൽ മറ്റ് ചീമുരിക്കിന് ഭയങ്കര കേടുമാണ്. അപ്പം ഇതാണ് കൃഷിക്കാർക്ക് ലാഭകരം. ഇത് പണ്ട് കാരണന്മാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ വ്യാപകമായി ഇപ്പോഴാണ് ഓരോരുത്തരും പരീക്ഷണ അടിസ്ഥാനിച്ച് ചെയ്യുന്നത്. ഈ മുരിക്ക് ഇട്ടതിന് ശേഷമാണല്ലോ ഇത് വീണ്ടും ഇതിലേക്ക് തിരിഞ്ഞത്. എന്താണ് അങ്ങനെ കാരണം അന്നേരമാണ് നമുക്കിത് കിട്ടുന്നത്. കാരണം മുരിക്ക് നമുക്കറിയാം. ഇതിനെ മുരിക്കിനെ നമുക്ക് ഞാൻ നിങ്ങളെ എൻ്റെ അടുത്ത ഒരു തോട്ടം കാണിച്ചു തരാം. ഈ മുരിക്ക് ഒടിഞ്ഞു പോകുന്നതും പിടിക്കുന്നതും അതിനെ പൊക്കിക്കെട്ടാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ എന്ന് പറയുന്നത് ഒരിക്കൽ കൊടി നിലത്ത് വീണ് കഴിഞ്ഞാൽ പിന്നെ അത് എത്ര പൊക്കി കെട്ടിയാലും അത് രക്ഷപ്പെടുകയില്ല. അപ്പം അത് കണ്ടപ്പോഴാണ് ഇതിൻ്റെ ഒരു വളർച്ചയും കാര്യങ്ങളും നമുക്ക് ഈ സജിയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അത് അഡോപ്റ്റ് ചെയ്തു. അത് നമുക്ക് ലാഭകരമാണെന്ന് എനിക്ക് എൻ്റെ പറമ്പ് കൊണ്ട് എനിക്കിപ്പോൾ ഒരു വർഷം കൊണ്ട് എനിക്ക് അതിനെ ബോധ്യപ്പെടുകയും ചെയ്യും. പരമ്പരാഗതമായിട്ട് ഹൈറേഞ്ചില് മുരിക്കായിരുന്നു കൊടിക്ക് താങ്ങുകാലം. അത് കുറെ കാലങ്ങളായിട്ട് അതിന് സ്ഥിരമായി ഇങ്ങനെ കേട് നാശം സംഭവിക്കും. എന്തായിരിക്കും അത്തരത്തിലൊരു? അതേ, പുഴുക്കേടും അതിന്റെ കാരണങ്ങളൊന്നും ആർക്കും കൃഷി ഡിപ്പാർട്ട്മെന്റ് ഒന്നും പറയും. പിന്നെ നമ്മൾ ഈ പരമ്പരാഗതമായ കൃഷിക്കാർ ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നതാണ്. അതിന് ഇത്
ഒരു സാധനം വന്നിരുന്നു, ഒരു പ്രാണി വന്നിട്ട് കുത്തും, അത് പതയുണ്ടാകുന്നു, ആ മുരിക്കുംകാല് വളരുന്നില്ല, അതിനകത്ത് പുഴു കയറും, അത് പിന്നെ ഒടിഞ്ഞു പോകും. സർവകലാശാല ചാൻസലറുടെ അധികാരപരിധി വിവാദത്തിൽ ഗവർണറെ പിന്തുണച്ച് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ. അധികാരം ഗവർണറുടെ കയ്യിൽ തന്നെയാണ്. എങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്ന് സർവകലാശാല നിയമങ്ങളിലില്ല. ഗവർണർക്ക് അധികാരമില്ല എന്ന് പറയുന്നത് മാധ്യമങ്ങളാണ്. ഗവർണർക്ക് രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ലെന്നും കേരള VC പറഞ്ഞു. അതിനകത്ത് ഈ അധികാരമില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഇഫ് യു സീ ദ പാരഗ്രാഫ് 11 അതിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അത് ഗവർണറുടെ അധികാരം തന്നെയാണെന്ന്. മാത്രമല്ല 2-3 കുട്ടികൾ കോടതിയിൽ പരാതി കൊടുത്തു. ആൻഡ് ദേ സെഡ് ദാറ്റ് ദേ ഹാവ് ഗോട്ട് എ ഹയർ ക്വാളിഫിക്കേഷൻ. അപ്പോൾ വേറെ കുട്ടികൾക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഹയർ ക്വാളിഫിക്കേഷൻ, ഹയർ എലിജിബിലിറ്റി ഉള്ള ആളുകളെയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഗവർണർ തന്നെ പുതിയ ആളുകളെ നിയമിക്കണം, ഇൻക്ലൂഡിംഗ് ദീസ് സ്റ്റുഡൻസ് ഓർ എനി അതർ സ്റ്റുഡൻസ്. അപ്പോൾ അധികാരം ഗവർണറുടെ തന്നെയാണ്. അപ്പോൾ ഈ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഗവർണറുടെ തന്നെയാണ്. അതിന് മാത്രമല്ല, അതിനകത്തൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്നുള്ള നോംസ് അൺഫോർച്ചുനേറ്റ്ലി ആക്ടിലൊന്നും ഇല്ല. സർവകലാശാല അക്കാദമിക് നിലവാരമുള്ള കുട്ടികളെന്ന് പറഞ്ഞിട്ട് ആരുടെയും പേര് കൊടുത്തിട്ടില്ല. യു കൻ ടേക്ക് മൈ വേർഡ്. കാരണം സർവകലാശാലയിൽ നിന്നുള്ള സെക്ഷനുകളിൽ നിന്ന് ക്ലാർക്കുമാര് ഇങ്ങനെ പലരുടെയും നിന്നും വില്ലിങ്നെസ് വാങ്ങിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ് വന്നു. ഒന്ന്, ഇങ്ങനെ വില്ലിങ്നെസ് വാങ്ങിക്കാൻ നിയമമില്ല. 2, എന്തടിസ്ഥാനത്തിലാണ് ചിലരെ വില്ലിംഗ് ആണെന്നും ചിലർ വില്ലിംഗ് അല്ലാന്നാക്കിയതൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ലിസ്റ്റ് ഗവർണർക്ക് കൊടുത്തിട്ടില്ല. ഗവർണറോട് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാൻ പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അത് തെറ്റുപറ്റലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. VV അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്നലത്തെ കോടതി നിർദ്ദേശവുമായി ബന്ധപ്പെട്ട്, കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ വക്താക്കൾ അല്ലെങ്കിൽ ഗവർണറുടെ ഭാഗം എങ്ങനെയാണോ ന്യായീകരിക്കപ്പെട്ടത് അത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് മോഹൻ കുന്നുമ്മൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു തിരിച്ചടിയല്ല, ഗവർണർക്ക് തന്നെയാണ് അധികാരം, പക്ഷെ അതിലെ തെറ്റ് തിരുത്താൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു എന്ന കാര്യം VC പറയുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എങ്ങനെയാണ് ഈ അധികാര പരിധി വിവാദത്തിൽ ഗവർണറെ കേരള VC ന്യായീകരിക്കുന്നത്? കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതികളെ തെരഞ്ഞെടുത്തത് ശരിയല്ല. അത് ABVP നേതാക്കളെ തിരഞ്ഞെടുത്തത് ചട്ടവിരുദ്ധമായെന്ന ആരോപണമാണ് ഗവർണർക്കെതിരെ ഉണ്ടായിരുന്നത്. കോടതി ഇന്നലെ അത് ശരിവെച്ചതോടുകൂടി ഗവർണർ ഒരു അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ മാറുകയായിരുന്നു. ഗവർണർക്കെതിരെ വലിയ വിമർശനം വീണ്ടും ഉയർന്നു വന്നു. എന്നാൽ പൂർണ്ണമായും ഗവർണറെ ന്യായീകരിക്കുകയാണ് കേരള സർവകലാശാല VC ഡോക്ടർ മോഹൻ കുന്നുമേൽ. ചാൻസലർക്ക് അധികാരമില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അധികാരം ഗവർണറുടെ കയ്യിൽ തന്നെയെന്ന് അദ്ദേഹം പറയുന്നു. എങ്ങനെ ഒരാളെ നോമിനേറ്റ് ചെയ്യണം, അവരുടെ അക്കാദമിക് നിലവാരം എന്താകണം എന്ന കാര്യമൊന്നും കൃത്യമായി അതിൽ പറയുന്നില്ല. സർവകലാശാല നിയമങ്ങളിൽ അതില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ ചെയ്തത് തെറ്റെന്ന് പറയാൻ കഴിയില്ല. ഗവർണർക്ക് ഒരു പട്ടിക സർവകലാശാല നൽകിയിട്ടില്ല. ഉയർന്ന അക്കാദമിക് നിലവാരമുള്ളവരെ പരിഗണിക്കണമെന്നാണ് കോടതി പറഞ്ഞത്. അതനുസരിച്ച് തന്നെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. കേസ് നൽകിയ കുട്ടികളുടെയും കിട്ടിയ കുട്ടികളുടെയും രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ലെന്നും VC വ്യക്തമാക്കുന്നു. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ കൊട്ടാരക്കരയിൽ സ്കൂൾ വിപണിയുമായി കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി. കൊട്ടാരക്കര കൂടാതെ കൊല്ലം AR ക്യാമ്പിലും അഞ്ചലിലും വിപണി പ്രവർത്തിക്കുന്നുണ്ട്. പോലീസുകാരുടെ കുടുംബങ്ങൾക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും വിപണി പ്രയോജനപ്പെടുത്താം. കാസർകോട്ട് വീടുകൾ താവളമാക്കിയ മയിൽക്കൂട്ടം കൗതുക കാഴ്ചയാകുന്നു. തൃക്കരിപ്പൂർ തങ്കയത്തെ 2 വീടുകളാണ് മയിൽക്കൂട്ടത്തിന്റെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുന്നത്. കാസർഗോഡ് തങ്കയത്തെ ജാഫറിന്റെയും മാസിന്റെയും വീടുകളിലാണ് മയിലുകൾ താവളമാക്കിയിരിക്കുന്നത്. ഒരേ സമയം 10-ലേറെ മയിലുകളാണ് വീടുകൾക്ക് ചുറ്റും മേഞ്ഞു നടക്കുന്നത്. ആദ്യം 1 മയിലാണ് ഇവിടെ എത്തിയത്. പിന്നീട് പിന്നാലെ വന്നവരൊന്നും ഇവിടം വിട്ടു പോയില്ല. കൂട്ടത്തോടെ വീടുകൾക്ക് ചുറ്റുമെത്തുന്ന മയിലുകൾ മനോഹര കാഴ്ചയാണ്. ആദ്യം മയിലുകളെ കണ്ടപ്പോൾ കൗതുകം തോന്നിയിരുന്നുവെങ്കിലും പതിവ് കാഴ്ചയായതോടെ വീട്ടുകാരും ശ്രദ്ധിക്കാതെയായി. ഒന്നിടപ്പുണ്ടാളുണ്ട്. ഇന്ന് 16 ഒന്നിച്ചു വന്ന് എന്താ അറിയില്ല, ഫുള്ള് എല്ലാ പേർക്കും ഒരു കൂട്ടത്തോടുണ്ട്. ഇപ്പം എല്ലാം പെരൻ്റെ മേലെ ഷീറ്റിന് മേലെ എല്ലാം ഇല്ല. ഇപ്പം നടക്കുമ്പം ഇപ്പം അങ്ങനെ വലിയ ഒച്ചപ്പാടൊന്നും ഇല്ല. ഇനി ഇത് ശീലമായെങ്കിൽ എന്താ അറിയില്ല.
വീട്ടുകാരുമായി ഇണങ്ങിയ രീതിയിലാണ് ഇവയുടെ പെരുമാറ്റം. വീടിനു ചുറ്റും ഇര തേടി ചികഞ്ഞു നടക്കും. വീടിന്റെ ടെറസിലും മേൽക്കൂരയുടെ മുകളിലുമാണ് വിശ്രമം. സമീപത്ത് കാവുള്ളതുകൊണ്ടാകാം ഇത്രയേറെ മയിലുകൾ ഇവിടെ എത്തുന്നത് എന്നാണ് വിലയിരുത്തൽ. കൂടുതൽ മയിലുകൾ എത്തിയാൽ ശല്യമായി മാറിയേക്കുമെന്ന ആശങ്കയും വീട്ടുകാർക്കുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികയുടെ പണം കവർന്നു. വീട് വയ്ക്കാനായി ലൈഫ് മിഷനിൽ നിന്ന് ലഭിച്ച പണവുമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യവെയാണ് മോഷണം നടന്നത്. കൊട്ടാരക്കര സ്വദേശിനി ഭവാനിയമ്മയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. പോലീസിൽ പരാതി നൽകി. ലൈഫ് മിഷൻ പദ്ധതിയിൽ അനുവദിച്ച തുകയുമായിട്ട് ഒരു വീടെന്ന സ്വപ്നവുമായി അമ്മ KSRTC ബസ്സിൽ പൈസയുമായി വന്നപ്പോഴാണ് അമ്മയുടെ പൈസ മോഷണം പോയത്. നമുക്ക് ചോദിച്ചറിയാം എന്തായിരുന്നു സംഭവിച്ചത്. അമ്മ ഇന്നലെ ആയിരുന്നു അല്ലേ പൈസ പോയത്? ഇന്നലെ ആ പട്ടാഴിന്ന് ഇഴുത്തും കൊണ്ട് കൊട്ടാരിക്കര വന്ന് കൊട്ടാരിക്കര ഞാൻ ചെങ്ങനാട്ട് പോയി. ചെങ്ങനാട്ടിൽ നിന്ന് പൈസ ഇട്ട് കൊണ്ട് കൊല്ലം വണ്ടി കയറി ഞാൻ പോയി. അവിടെ ചെന്ന് പാസ്ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാ സഞ്ചി കീറി പൈസ ആരാണ്ട് എടുത്തുകൊണ്ട് പോയി. പാസ്ബുക്കേ ഉള്ളു. ഈ വീട് എങ്ങനെ വാർക്കൊന്നും എനിക്കറിയത്തില്ല. എന്ത് ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. എത്ര രൂപയുണ്ടായിരുന്നു? എത്ര രൂപയാണ് പോയത്? പോയത് മൊത്തം 25,000 രൂപ. അമ്മ ഇത് എപ്പോഴാണ് അറിയുന്നത് പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത്? അത് അടുത്ത ബാങ്കിൽ പെൻഷൻ എടുക്കാൻ ചെന്നപ്പം അവിടെ ചെന്ന് ഇരുന്ന് ഇതെല്ലാം കൂടി എടുത്ത് പാസ്ബുക്ക് തിരിഞ്ഞെടുത്തപ്പോഴാ പൈസ ഇല്ല. പൈസ അന്നേരം ഇല്ല. കൂട് കീറിയിരിക്കുന്ന. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും കിട്ടിയ 25,000 രൂപയും അതുപോലെ തന്നെ അമ്മയുടെ പെൻഷൻ തുകയും എല്ലാം കൂടെ കൂട്ടിവെച്ചായിരുന്നു ഈ വീടിന്റെ തുടർന്നുള്ള വാർപ്പ് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്തിരുന്നത്. അതിനായിട്ടാണ് അവർ പൈസ എടുത്തത്. ഈ പൈസയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒരു സുമനസ് സഹായിച്ച 20,000 രൂപയും ഉണ്ടായിരുന്നു. ഈ പണത്തോടൊപ്പം ഇതെല്ലാം ഒരുമിച്ചായിരുന്നു വെച്ചിരുന്നത്. പക്ഷേ ഇതിൽ നിന്നും 25,000 രൂപയാണ് അമ്മയുടെ സഞ്ചിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്. ഈ സഞ്ചിയുടെ ഈ അടിഭാഗം കണ്ടോ, ബ്ലേഡ് വെച്ച് പൊന്തിയിട്ടാണ് പൈസ മോഷ്ടാക്കൾ കവർന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം അറിഞ്ഞ് മകൻ അവിടേക്ക് ഓടിയെത്തുകയും ചെയ്തു. നിങ്ങളിത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞ പോലെ കൊട്ടാരക്ക ഞാനുണ്ട് ഓടി അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നു കൊട്ടാരക്ക സ്റ്റേഷന്റെ മുന്നിൽ നിൽക്കുക, കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുക. പൈസയും ബാക്കി ഇതെല്ലാം അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അടുത്ത് നേരം പറഞ്ഞു, മോനെ വീട് വാർക്കാനുള്ള പൈസ പോയടാ, ഇനി നമുക്ക് ആവശ്യം ഇനി നടക്കത്തില്ല. എൻ്റെ അമ്മ തൂക്കാൻ പോകുന്ന വീട്ടിൽ നിന്ന് 20,000 രൂപ കടം മേടിച്ചിട്ട് വന്നു. അതും ഇതും എല്ലാം കൂടെ ഒരുമിച്ചാണ് വെച്ചിരുന്നത്. പക്ഷെ അത് ഉടനെ അന്നേരം പറഞ്ഞ SI പറഞ്ഞു പിന്നെ അന്വേഷിക്കാം, പിന്നെ സാധാ പിന്നെ ബസ്സിനകത്ത് ക്യാമറയില്ല, കാര്യങ്ങളില്ല. ഇനിയിപ്പം ഞങ്ങൾ ഈ പോയത് ഇനിയിപ്പം ആരോട് പറയാനാ? ഇനി രണ്ടുപേരും മാത്രമാണോ വീട്ടിൽ താമസം? ആണ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഞങ്ങൾ ആ ടാർപ്പയ്ക്കകത്ത് കിടക്കുന്നത്. 1-2 വർഷമായിട്ട് ഞങ്ങൾ ടാർപ്പയ്ക്കകത്ത് കിടക്കുന്നത്. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അമ്മയെ തൊഴിലുറപ്പിനും പോകുന്നത്. പിന്നെ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരാളാണ്. കൊല്ലം വണ്ടി നിന്നാ പോയത്. എന്റെ മോക്കൾ അത്രേ ഉള്ളൊരു സാറാ ടിക്കറ്റ് വരെ തരുന്നേ. അവര് എന്നെ ഇനി കണ്ടാലും അറിയാം. അവര് എന്നെ ശരിക്കും 2 വട്ടം നോക്കി എല്ലാം ചെയ്തു. എന്റെ മോക്കൾ അത്രേ ഒരു പെണ്ണ് എന്നോട് ചേർന്ന് നിന്ന, ഒരു കറുത്ത പെണ്ണ്. ബാങ്കിൽ ചെന്ന് കൊടയെടുത്ത് മാറ്റിച്ച് നോക്കിയപ്പോഴായി സഞ്ചി കീറിയേക്കുന്നതും കാണുന്നത്. ഒരു വീടെന്ന സ്വപ്നമായിരുന്നു ഭവാനി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. വാർപ്പിന്റെ പൈസയാണ് നഷ്ടപ്പെട്ടത്. സുമനസുകളുടെ സഹായം കൊണ്ട് മാത്രമേ ഇനി ഇവർക്ക് ഈ വീട് പൂർത്തീകരിക്കാൻ സാധ്യമാകുകയുള്ളൂ. വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,820 രൂപ, പവന് 54,560 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,690 രൂപ, പവന് 45,520 രൂപ. വെള്ളി ഗ്രാമിന് 100 രൂപ, കിലോയ്ക്ക് 1,00,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.